യാ മോനെ ബ്രാല് തന്നു കഴിഞ്ഞാൽ ഇതാണ് എന്താ സാധനം തന്നെ. അയ്യോ കണ്ട വൃത്തിയാക്കി ശുചിയാക്കി ലെവലാക്കി വെച്ചിട്ടുള്ളത്. ഇതിൽ മണ്ട മണ്ട പൊന്നു നന്നാക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നല്ല കൊതുവിൻ്റെ ശല്യമുള്ള കാരണം കൊണ്ട് ക്യാമറമാനക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കണ്ട സാധനം നല്ല ബ്രാല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാല്. ഇതിൻ്റെ മണ്ട അവിടെ ഹൈവ അടിപൊളി സാധനമാണ്. അതാ നല്ല മാംസമുണ്ട്. അതുപോലെ തന്നെ ഇത് ഇതിന് ചെറുതാണ് കേട്ടോ. 1 ആ 2 ആ 3 ഇത് ചെറുതാണ്. പക്ഷെ ഇത് രണ്ടും അടിപൊളി സാധനമാണ്. എന്തത് ഇതാണ്ട് പൊരിച്ചിട്ട് അടിച്ചു കഴിഞ്ഞാൽ കിളി മാറും. കിളി മാറില്ലേ? അപ്പൊ നീ ഇത് പൊരിച്ചിട്ട് എങ്ങനെയാണ് തിന്നുക എന്നുള്ളത് നോക്കാം. അപ്പൊ നമ്മൾ ബ്രാലാണ് കിടന്ന് മൊരിയണത്. ഹൈവ എന്താ മുതല്. പാത്രത്തിലുണ്ട്. കുന അങ്ങനെ അരിഞ്ഞിട്ടില്ല. അത്യാവശ്യം റൗണ്ട് ഷേപ്പിൽ തന്നെയാണ് അങ്ങനെ അരിഞ്ഞിട്ടുള്ളൂ. അതാ വലിയ ബ്രാല് മെലിഞ്ഞ് വരുന്നുണ്ട്. ഇതൊരു പിടിക്കാനുള്ളതാണ്. എന്റെ മോനെ എന്താ ഇപ്പൊ ഇത് കഥ. ഞാൻ ബ്രാലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്ക്. ഞാനിപ്പോ വരാൻ പറഞ്ഞിട്ട് പോയതാണ്. വന്ന് നോക്കുമ്പോഴുള്ള അവസ്ഥ ഇപ്പൊ ഈ കാണുന്നത്. ഇതിന്റെ പാകമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇതും ഒരു വലിയ പീസ് ഇതും അതും മാത്രമേ ഉള്ളൂ. അടിച്ചു പൊളിച്ചൊന്ന് ഉഷാറായിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചതാണ്. സംഭവം ഫുള്ള് പ്ലാനിങ് എന്തായി ഓളായി. ഇപ്പൊ എന്തായാലും വേണ്ടില്ല. ബ്രാലിന്റെ ഇപ്പൊ ഇത് ബ്രാലൊന്നും എങ്ങനെ ഉണ്ടെന്ന് നോക്കുപോട്ടെ. അങ്ങനെ ഉണ്ട് നോക്കുപോട്ടെ. ടേസ്റ്റ് അടിപൊളിയാണ്. ആ അടിപൊളി ആയതുകൊണ്ടാണ് പാത്രമൊക്കെ ഇങ്ങനെ കാറ്റിയത്. സംഭവം ഉപ്പും മുളക് എരിവ് ഒക്കെ പാകത്തിനാണ്. ഉഷാറായിട്ടാണ്. എന്താ രുചിയാണ്. ഇതാണെങ്കിൽ അത്യാവശ്യം വലിയ ബ്രാലായിരുന്നു. അതിന് മൂപ്പുള്ള ബ്രാലുണ്ടായിരുന്നു. ആ 2 ബ്രാലല്ല പൊരിച്ച് സെറ്റായിരുന്നു. അടിപൊളി. അപ്പോ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പൊ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സി യു.